നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മന്ത്രി മുഹമ്മദ് റിയാസിന് അമിത പ്രാധാന്യം CPM-ലും മന്ത്രിസഭയിലും ലഭിക്കുന്നുണ്ടോ? അതിന് കാരണം എന്താണ് എന്ന് ചോദ്യത്തിന്റെ പോലും ആവശ്യമില്ലാതെ നമുക്കറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായത് മുതലാണ് വലിയ പ്രാധാന്യം മുഹമ്മദ് റിയാസിന് ലഭ്യമായി തുടങ്ങിയത്. അതിനു മുമ്പ് വന്ന പല നേതാക്കന്മാരും MP രാജേഷും TV രാജേഷും അടക്കമുള്ളവർ അത്തരത്തിലുള്ള നേതാക്കന്മാരെയെല്ലാം തഴഞ്ഞുകൊണ്ട് അമിത പ്രാധാന്യം ലഭിക്കുമ്പോൾ CPM-ന്റെ യുവ നേതൃനിരയിൽ വലിയ പ്രശ്നമുണ്ടാകുന്നുണ്ട് എന്നാണ് വാർത്തകൾ. ഇത് മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസുമായുള്ള ബന്ധം പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം മുഹമ്മദ് റിയാസിന് കിട്ടുന്നുണ്ട്. അത്ര വലിയൊരു നേതാവൊന്നും ആയിരുന്നില്ല മുഹമ്മദ് റിയാസ് എന്ന് നമുക്കറിയാം. എന്നാൽ പ്രതീക്ഷ ഉണർത്തിയ TV രാജേഷ്, അതുപോലെ തന്നെ MP രാജേഷ് അടക്കമുള്ള പല നേതാക്കന്മാരും അവിടെ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള അമിത പ്രാധാന്യം ലഭിക്കുന്നത്. യഥാർത്ഥത്തിലൊരു ഫേവറിറ്റിസം ഈ പാർട്ടി, നമ്മളെപ്പോഴും കോൺഗ്രസിനെ കളിയാക്കും, അതുപോലെ ഒരു മരുമക്കത്തായ സമ്പ്രദായം പോലെ പഴയ കാലത്തുണ്ടായിരുന്ന പോലെ തുടരുകയാണോ പാർട്ടിയിൽ ഇപ്പോൾ ഈ ആധിപത്യം? അത് വ്യക്തമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയുള്ള നമ്മുടെ ധാരണകൾ എന്ന് പറഞ്ഞാൽ, മുമ്പത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറെക്കുറെ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചോരെഴുതി, പോസ്റ്റർ ഒട്ടിച്ച്, വായിൽ കിടന്നുറങ്ങി, കഷ്ടപ്പെട്ട് പ്രവർത്തനം നടത്തി ഉള്ളതൊക്കെ പാർട്ടിക്ക് എഴുതി കൊടുത്ത് അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് പോലെയാണ് ഇപ്പോൾ, കോർപ്പറേറ്റ് കമ്മ്യൂണിസം ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സഖാവ് പിണറായി വിജയൻ എല്ലാം അങ്ങനെ ബൂർഷ്വാ വഴക്കങ്ങൾക്ക് തീരെഴുതി കൊടുക്കില്ല. ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസം. അതറിയോ? എന്നുവെച്ചാൽ ക്വാസി ഡൈനാസ്റ്റിക് ഒരു റൂൾ എന്നുള്ളൊരു സംഭവം, നെപ്പോട്ടിസം എന്നാണ് പറയുന്നത്. ക്വാസി ഡൈനാസ്റ്റിക് നെപ്പോട്ടിസം, അത് കമ്മ്യൂണിസത്തിന്റെ മുദ്രയാണ്. നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാണല്ലോ, റൊമാനിയയിൽ, പഴയ റൊമാനിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ചെഷസ്ക്യൂ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകൻ നിക്കു ചെഷസ്ക്യൂ ആയിരുന്നു. മറ്റത് കിം ജിങ് ഉല്ലും ജിങ് ഗുങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെറിയ പേരുമാറ്റേ ഉള്ളൂ. അച്ഛൻ, മകൻ, ചെറുമകൻ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യൂബയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഫിഡൽ കാസ്ട്രോ, റോൾ കാസ്ട്രോ, ഓൾമോസ്റ്റ് എല്ലായിടത്തും ഏറെക്കുറെ അങ്ങനെയാണ്. അതിനെ നല്ല ഒന്നാന്തരമായിട്ട് പകർത്തിയിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം നല്ല തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. അതുകൊണ്ടാണ്. അതല്ലാതെ പിന്നെ വഴക്കം അതല്ലേ, നമ്മൾ ഈ കാണുന്ന പോലെ, സിനിമയിൽ കാണുന്ന പോലെ പാവപ്പെട്ട സഖാവ് ബാലേട്ടനും ക്യൂബ മൂന്നനും അല്ല കമ്മ്യൂണിസത്തിന്റെ പ്രായോഗിക വക്താക്കള്. ഇതാണ് കമ്മ്യൂണിസം. അദ്ദേഹം വെള്ളം ചേർത്തെങ്കിലും എല്ലാം വെള്ളം ചേർക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ കരുതിയാൽ മതി. അതിന് ഇപ്പോൾ CPM-ൽ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നു. കഴിഞ്ഞിടയ്ക്ക് ഒരു സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട റോഡിൻ്റെ ഉദ്ഘാടനം, ആ ഉദ്ഘാടനത്തിന് മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും മാത്രമുള്ള ചിത്രം വെച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ പോലും മന്ത്രിയെ പോലും തഴഞ്ഞുകൊണ്ടാണ് പരിപാടി നടത്താനായിരുന്നത്. അന്ന് MP രാജേഷ് അടക്കമുള്ളവർ ഈ പരാതി ഉന്നയിക്കുകയും ആ പരാതി പ്രകാരം ആ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയൊരു അസ്വാരസ്യം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. മുഹമ്മദ് റിയാസിന് ഇത്തരത്തിലുള്ള അപ്രമാദിത്യം കിട്ടുന്നത് കൊണ്ടെന്ന് തന്നെയല്ലേ? ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള നേതാവാണ് ശ്രീ പിണറായി വിജയൻ. സാക്ഷാൽ P ജയരാജനും PJ ആർമിയും വന്നിട്ട് അതിനെ ചുരുട്ടിക്കൂട്ടി നാലായിട്ട് കീറി കുട്ടക്കത്തിട്ടതാണ്. ഇപ്പോൾ PJയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. പിന്നെയാണ് ബാക്കിയുള്ള ചില്ലറ പടലപ്പടക്കണത്. അത് ചായക്കോപ്പയിൽ കൊടുങ്കാറ്റ് പോലെ അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ അവർ പറയുന്ന കാര്യത്തിലൊരു കൺസേൺ ഉണ്ട്. കാരണം MP രാജേഷും 2005 പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമൊക്കെ ആയതാണ്. TV രാജേഷും അതുപോലെ തന്നെ മറ്റേ KK രാഗേഷും ഒക്കെ. അപ്പോൾ അവരൊക്കെ നിൽക്കുമ്പോൾ അവരെ ആരെയും, ഇപ്പോൾ നമുക്കറിയാം, ഈവൻ സ്പീക്കറായിരുന്ന ഷംസീർ പോലും, ഷംസീറും ഇത്തരത്തിൽ, ഷംസീറിനെ അറിയാലോ എങ്ങനെയാണ് ഒതുക്കപ്പെട്ടതെന്ന്. നല്ലൊരു നേതാവായിരുന്നു ഷംസീർ. പക്ഷെ അങ്ങനെ ഒതുക്കുമ്പോഴും മുഹമ്മദ് റിയാസിനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കഴിവുമില്ല. അടുത്ത കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു സർവേ നടത്തിയിരുന്നു. അതിലേറ്റവും കാര്യക്ഷമത കുറഞ്ഞ മന്ത്രിമാരിൽ രണ്ടാമത് ഏറ്റവും താഴെ ശശീന്ദ്രനാണ്. അതിന് നേരെ മുന്നിലാണ്. ഏതാണ്ട് 3 മാർക്കാണ് 10 ഔട്ട് ഓഫ് 10 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കാര്യക്ഷമതയില്ലാത്ത ഒരു മന്ത്രി എന്ന രീതിയിൽ പോലും അറിയപ്പെടുമ്പോൾ ഇങ്ങനെ എത്ര കാലം പിണറായി വിജയന് ഇങ്ങനെ മരുമകനെ പ്രീണിപ്പിച്ച് തുടരാൻ കഴിയും? ഇതിൽ നോട്ടബിളായിട്ട് വന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നും CPM-ന്റെ ബാലികേറ മലയായിരുന്നു മലപ്പുറം. മലപ്പുറത്തുനിന്ന് വന്ന ഉയർന്ന ശബ്ദം, മലപ്പുറത്തുനിന്ന് വന്ന പ്രമുഖനായ നേതാവായിരുന്നു ഷംസീർ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഷംസീറിനെ പോലും കടത്തിവെട്ടിയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഷംസീറിന്റെ അഡ്രസ് ഇല്ല, ഷംസീറിനെ കാണാനില്ല. അതെ, അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു കരുതിവെക്കൽ തന്നെയാണ്.
എന്ന് പറയേണ്ടി വരും. അത് വലിയ രീതിയിൽ അസ്വാരസ്യം ഉണ്ടാക്കില്ല എന്നാണ്, ഒന്നൊരു ഫലം ഉണ്ടാകില്ല എന്നാണ്. പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം ഒരു അസ്വാരസ്യങ്ങളൊന്നും ആ കണക്കിലുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മീതെ ഒന്നും പറക്കില്ല. കാരണം അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ളൊരു നേതാവാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഡിക്റ്റേറ്ററിനെ പോലെ, മാവോയെ പോലെ, ജുങ്ങിനെ പോലെയോ അങ്ങനെയൊക്കെയുള്ളൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം വെട്ടിനിരത്തും, അക്ഷരാർത്ഥത്തിൽ വെട്ടിനിരത്തും. അദ്ദേഹത്തിനെതിരെ യാതൊരു ശബ്ദവും. ഒരുപക്ഷെ കേരളത്തിൽ മാത്രം CPM ഭരണമുള്ളത് കൊണ്ടാണോ ഇത്രയധികം അപ്രമാദിത്യം പിണറായി വിജയൻ ലഭിക്കുന്നത്? മറ്റു സംസ്ഥാനങ്ങളിലൊന്നുമില്ല. ഇപ്പോൾ ഡൽഹിയിൽ പോയാൽ, ഡൽഹിയിൽ സത്യം പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും ഡൽഹിയിലെ CPM ഓഫീസ് കാണാൻ കഴിയില്ല. അത്തരം ഒരു അവസ്ഥയാണുള്ളത്. CPM ദേശീയ ഓഫീസ് ഗൂഗിളിൽ പോലും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇത് കേരളത്തിൽ മാത്രമായി ഇപ്പോൾ കമ്മ്യൂണിസം ഒതുങ്ങുന്നുണ്ട്. അതായത് കനലൊരു തരി മാത്രമുള്ള അവിടുത്തെ നിന്ന് ലീഡ് ചെയ്യുന്നത് കൊണ്ടാണോ പിണറായി വിജയൻ ഇത്തരത്തിലൊരു അപ്രമാദിത്യം കിട്ടുന്നത്? നല്ലൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഇപ്പം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതായത് കംബോഡിയയിൽ പോൾ പോട്ട് എങ്ങനെയായിരുന്നു, ചൈനയിൽ മാവോ സെത്തുങ് എങ്ങനെയായിരുന്നു, നമ്മളെ വടക്കൻ കൊറിയയിൽ കിം ജുങ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെയാണ് പിണറായി വിജയൻ. ഇപ്പോൾ പിണറായി വിജയൻ സർവ്വശക്തനായ നേതാവാണ്. പിണറായി വിജയന്റെ മേലെ ആരുമല്ല. പോളിറ്റ് ബ്യൂറോയൊന്നും ഒന്നുമല്ല. പോളിറ്റ് ബ്യൂറോയ്ക്ക് വെറും പടമാണ്. പോളിറ്റ് ബ്യൂറോയ്ക്ക് വെറും പടമാണ്, പ്രഹസനമാണ്. പിണറായി വിജയനാണ് എല്ലാം. കമ്മ്യൂണിസ്റ്റ് ദൈവമാണ് പിണറായി വിജയൻ. ചിലപ്പോൾ ഇതോടുകൂടി ഈ യുഗം അസ്തമിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ സ്ഥിതി എന്താവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. കാരണം ചിന്തിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ പണ്ട് പാർട്ടി സെക്രട്ടറിക്കായിരുന്നു പവർ. ആര് പാർട്ടി സെക്രട്ടറി ആയിരുന്നാലും പവർ. അച്യുതാനന്ദൻ, പിണറായി വിജയൻ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി. അപ്പോൾ അങ്ങനെ ഇപ്പം അതല്ല. ഇപ്പം പിണറായി വിജയനിൽ എല്ലാം വന്ന് അടിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനൊക്കെ മേലെ ആരുമില്ല. എത്ര ജനപ്രിയ നേതാവാണെങ്കിലും, കാഡർമാരുടെ കണ്ണിലുണ്ണി, PJ പോലെ കണ്ണിലുണ്ണിയാണെങ്കിലും അദ്ദേഹത്തിന് മുമ്പിൽ ഒന്നുമല്ല. അദ്ദേഹം തന്നെയാണ് സർവശക്തൻ. അദ്ദേഹം പറയുന്നത് നടക്കും. അദ്ദേഹം വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റും. ഒരു CPM ഭരണമില്ലാതാകുന്നൊരവസ്ഥ ഉണ്ടായി എന്നിരിക്കട്ടെ. എനിക്കതിലിപ്പോൾ നിലവിൽ പ്രതീക്ഷയില്ല. കാരണം ശക്തമായൊരു പ്രതിപക്ഷം ഇല്ലാത്തിടത്തോളം കാലം CPM തൽക്കാലം അടുത്ത പ്രാവശ്യം കൂടി ഭരണം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ CPM ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. ഒരു CPM ഭരണം നഷ്ടപ്പെട്ടാൽ ഈ പിണറായി വിജയന്റെ അപ്രമാദിത്യം അവസാനിക്കും? CPM ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും വലിയ പിടിവള്ളിയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള BJP നിലപാട്. കാരണം BJP ഇന്ന് ഏകദേശം 11 അല്ല 10-20% വോട്ട് ബേസ് ഉള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം, രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ ഒരു സേഫസ്റ്റ് ലാവണമായിട്ട് കേന്ദ്രമായിട്ട് കേരളത്തിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അപ്പം BJP എന്താണ് തീരുമാനിച്ചത്? BJPയുടെ നയം എന്തായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP അതൊരിക്കലും വെച്ച് പൊറപ്പിക്കില്ല. ആ ഒരു ഡൈനാസ്റ്റി റൂളും ആ ഒരു കോൺഗ്രസ് വളരെ സോഫ്റ്റ്, വളരെ താലോലിച്ചുകൊണ്ടുള്ളൊരു പോക്ക്, അതിനെ കണ്ടിലം നടിച്ചുകൊണ്ടുള്ള പോക്ക് ഒരിക്കലും BJP ചെയ്യില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് CPM ഗുണമാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിൻ്റെ ഒരേ ഒരു പ്രശ്നം, അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കരുവന്നൂർ ബാങ്കിനെ പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും വലിയ ജനരോഷമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന അടിസ്ഥാന കോർ വാല്യൂ എന്ന് പറയുമ്പോൾ തൊഴിലാളികളും തൊഴിലാളി വർഗ സ്നേഹമൊക്കെയാണ് CPM. അവർ തന്നെ പണി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ജനങ്ങൾ എത്രയോ ആത്മഹത്യകൾ നടന്നു, എത്രയോ പേര് ഒന്നുമല്ലാതായി മാറി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ CPM എങ്ങനെ BJP സഹായിക്കും, അന്തർധാര എങ്ങനെ അത് കൃത്യമായിട്ടും അത് മെറ്റീരിയലൈസ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം. പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP നല്ല മത്സരം കാഴ്ചവെക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ഒരു പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതുപോലും എനിക്ക് തോന്നുന്നു പരമാവധി കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പരമാവധി മുന്നോട്ട് പോകാനുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക, കേരളത്തിലൊരു പ്രാമുഖ്യം ഉറപ്പിക്കുക എന്ന രീതിയിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ദൂഷകരമാകുന്നതും BJP പിടിക്കുന്ന ഈ വോട്ടുകളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മത്സരം ചില മണ്ഡലങ്ങളിലെങ്കിലും മത്സരം CPM BJPയും തമ്മിൽ ആകാനുള്ള സാധ്യതകളില്ല. ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലം, അതിന് തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ചില സാധ്യതകൾ ഉണ്ടാവില്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ BJP അവരുടെ സർവ്വശക്തിയും എടുത്ത് പോരാടും കേരളത്തിൽ. അത് അവരൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, വെള്ളം ചേർക്കില്ല. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടി വരും. പിന്നെ BJPയെ കേരളത്തിലെല്ലാവരും പിന്നിൽ നിന്ന് കുത്തിയിട്ടേ ഉള്ളൂ. പണ്ട് കോൺഗ്രസ് ലീഗ് BJP കേക്കോലി ബന്ധമുണ്ടല്ലോ, കോലി ബി സഖ്യം,
ആ സഖ്യത്തിലൊക്കെ അടി വാങ്ങിയത് BJP ആണ്. BJPയുടെ വോട്ട് മറ്റുള്ളവർ കൊടുത്തിട്ടുണ്ട്. BJP കിട്ടേണ്ട വോട്ട് അവർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് BJP വളരെ കരുതിയൊക്കെ കാര്യങ്ങൾ ചെയ്യൂ. പക്ഷേ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല, എന്തൊക്കെയോ മണക്കുന്നുണ്ട്. സംതിങ് ഫിഷി എന്ന് പറയില്ലേ, അതുപോലൊരു അവസ്ഥ. തീർച്ചയായും വലിയ പ്രതിസന്ധികൾ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും മുന്നിലില്ല എന്ന് തന്നെയാണ് ചേട്ടൻ്റെ പക്ഷം. ഒരു പ്രതിസന്ധി ഇല്ല എന്നാണ് പറയേണ്ടത്. കാരണം പിണറായി വിചാരിക്കുന്നതേ നടക്കൂ. അദ്ദേഹം അതിന് കേപ്പബിളുമാണ്, വളരെ ശക്തനായ നേതാവാണ്. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സ്ട്രാറ്റജിസ്റ്റായിട്ടുള്ളൊരു പൊളിറ്റീഷ്യന്മാരിൽ ഒരാളാണ്. മോദിയുടെയും അമിത്ഷായുടെയും തത്തുല്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിസ്റ്റാണ്. ബാക്കി എല്ലാം ശരിയാണ്. പക്ഷേ ജനരോഷം, ജനവികാരം, ഈ ബാങ്കിൻ്റെ അവസ്ഥ, ബാങ്കിൻ്റെ അത് മാത്രമാണ് ഒരു പ്രശ്നം. അത് എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും, നോക്കി മനസ്സിലാക്കേണ്ടി വരും. തീർച്ചയായും അതുകൊണ്ടാണ് BJPക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടാൻ പോലും കാരണമായത്. കരുവന്നൂരെ പ്രശ്നം വലിയ രീതിയിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഈ സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ നമ്മൾ വിചാരിക്കും പോലെ അദ്ദേഹത്തിനെ ഒരു സിനിമാ നടനായി മാത്രം കണ്ട് ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം വളരെ ടാക്ട്ഫുൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യനെ പോലെ എമർജ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. അതെ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു തിരുവനന്തപുരം ദേശീയ നേതൃത്വത്തിനോട് തിരുവനന്തപുരം ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വർക്ക് ഒതുക്കാമായിരുന്നു. അദ്ദേഹം ജയസാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടും തൃശ്ശൂർ കേന്ദ്രീകരിക്കുകയും പ്രവർത്തനങ്ങൾ നടക്കുകയും അതിന്റെ കീ വിഷയങ്ങൾ നോക്കിക്കണ്ട് അതിനോട് വളരെ കൃത്യമായിട്ട് സമീപിക്കുകയും. തീർച്ചയായും കരുവന്നൂർ ക്ഷേത്രം അദ്ദേഹത്തിന് വലിയ മൈലേജ് കിട്ടിയിട്ടുണ്ട്, സംശയമില്ല. അതെ. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാവുമ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി റിയാസ് ആണെങ്കിൽ നമ്മൾ പ്രതിപക്ഷത്തെ BJPയെ കണ്ടാലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം.